ഇന്ന് ഈവനിങ്ങിന് എന്ത് സ്നാക്ക് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. കുറേ ആയി മുട്ട സുറുക്ക കഴിച്ചിട്ട്. അപ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ സ്നാക്ക് ആയതുകൊണ്ട് നമുക്കതൊന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഞാൻ എന്താ ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ സ്റ്റീം ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ഇഡ്ഡലി തട്ടിൽ കുറച്ച് നെയ്യ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇഡ്ഡലി ചെമ്പ് ഞാനവിടെ വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ നമുക്ക് മുട്ട ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനെന്താ ഒരു 4-5 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളുപ്പ്, കുറച്ച് പഞ്ചസാര, കുറച്ച് ഏലക്ക, കുറച്ച് മൈദയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. മൈദ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് ഇങ്ങനെ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിൽ ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല കട്ടയായിട്ട് നമുക്ക് കേക്ക് പോലെ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിത് സ്റ്റീം ചെയ്താൽ വയ്ക്കാം. ഏകദേശം 1 മിനിറ്റൊന്നും വേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ ഇതൊന്ന് കുക്കായിട്ട് കിട്ടും കേട്ടോ. അതിനുശേഷം അടുത്ത ബാച്ച് നമുക്ക് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ വൈകുന്നേരം ഇതിങ്ങനെ ചെയ്തിട്ടാണ്ടോ ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് പറയാം. ഇവിടെ കുക്കറിൽ കടല വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കർ പെട്ടെന്ന് തന്നെ ഒരു ഇതില്ലാണ്ട് കുക്കർ പെട്ടെന്ന് തന്നെ ഒന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടോ. അതിൻ്റെ മൂടിയൊക്കെ തെറിച്ചിട്ട് കുറേ കറികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കറുകൾ നിങ്ങൾ യൂസ് ആക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കുക്കർ നമുക്ക് എത്ര യൂസ്ഫുൾ ആണോ അത്ര തന്നെ ഡേഞ്ചറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇന്ന് ഈവനിങ്ങിന് എന്ത് സ്നാക്ക് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. കുറേ ആയി മുട്ട സുറുക്ക കഴിച്ചിട്ട്. അപ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ സ്നാക്ക് ആയതുകൊണ്ട് നമുക്കതൊന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഞാൻ എന്താ ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ സ്റ്റീം ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ഇഡ്ഡലി തട്ടിൽ കുറച്ച് നെയ്യ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇഡ്ഡലി ചെമ്പ് ഞാനവിടെ വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ നമുക്ക് മുട്ട ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഒരു 4-5 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളുപ്പ്, കുറച്ച് പഞ്ചസാര, കുറച്ച് ഏലക്ക, കുറച്ച് മൈദയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. മൈദ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് ഇങ്ങനെ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിൽ ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല കട്ടയായിട്ട് നമുക്ക് കേക്ക് പോലെ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിത് സ്റ്റീം ചെയ്താൽ വയ്ക്കാം. ഏകദേശം 1 മിനിറ്റൊന്നും വേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ ഇതൊന്ന് കുക്കായിട്ട് കിട്ടും കേട്ടോ. അതിനുശേഷം അടുത്ത ബാച്ച് നമുക്ക് വയ്ക്കാം. അപ്പം ഇങ്ങനെ നമ്മൾ വൈകുന്നേരം ഇതിങ്ങനെ ചെയ്തിട്ടാണ്ടോ ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് പറയാം. ഇവിടെ കുക്കറിൽ കടല വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കർ പെട്ടെന്ന് തന്നെ ഒരു ഇതില്ലാണ്ട് കുക്കർ പെട്ടെന്ന് തന്നെ ഒന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടോ. അതിൻ്റെ മൂടിയൊക്കെ തെറിച്ചിട്ട് കുറേ കറികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കറുകൾ നിങ്ങൾ യൂസ് ആക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കുക്കർ നമുക്ക് എത്ര യൂസ്ഫുൾ ആണോ അത്ര തന്നെ ഡേഞ്ചറാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്നവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക.